എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. കൃത്യമായ ഓണാശംസകൾ. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സംഭാവനകൾ അയക്കുക. ആവശ്യമായ പിന്തുണ ഞങ്ങൾക്ക് തരണം. ഇതൊരു ജനകീയ വിഷയങ്ങൾ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. പാവപ്പെട്ടവന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ വായിലെ വെള്ളം വറ്റി. എന്നാലും പറയാണ്ടിരിക്കാനാവില്ല. ഓരോ ദിവസവും പത്രമെടുക്കുമ്പോൾ എത്ര മോശപ്പെട്ട വാർത്തകളാണ് വരുന്നതാ കിടക്കുന്നു. അനുവദിച്ച 100 കോടി ഓണത്തിന് കയ്യിൽ കിട്ടാതെ നെൽകർഷകർ. പണം അനുവദിച്ചാലെങ്കിലും കൊടുക്കുന്നേ, അത് കൊടുക്കത്തില്ല. എന്താ പ്രധാന കാരണം? 100 കോടി അനുവദിച്ചെങ്കിലും ഓണം അവധിക്ക് ശേഷം അത് കർഷകരുടെ അക്കൗണ്ടിൽ എത്തൂ. ഓണത്തിന് മുമ്പേ കിട്ടണ്ടേ? ഓണം കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന് പറയുന്ന മലയാളിക്ക് ഓണത്തിന് മുമ്പ് ആ പൈസ കിട്ടണ്ടേ? എന്താണ് ബാലഗോപാൽജി നിങ്ങൾ അവിടെ നിന്ന് ചെയ്യുന്നത്? പാഡി ഓഫീസിലും ബാങ്കിലും കയറി ഇറങ്ങി കർഷകരുടെ നടുപൊടിയുമ്പോൾ കേന്ദ്ര സംസ്ഥാനം പരസ്പരം പഴിചാരി കുഴയ്ക്കുകയാണ്, രക്ഷപ്പെടുകയാണ്. സോണിച്ചൻ പുളങ്കുന്ന്, നെൽ കർഷക സംരക്ഷണ സമിതി കുട്ടനാട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഓണം അവധിയായി നെല്ല് സംഭരിച്ച വകയിൽ നൽകാനുള്ള തുകയുടെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാനം പരസ്പരം പഴിചാരുകയാണ്. കേന്ദ്രം കൊടുത്തെന്ന് കേന്ദ്രം, കിട്ടിയില്ല എന്ന് കേരളം. രസകരമാണ് ഈ കാര്യങ്ങൾ. നെല്ല് സംഭരിച്ച പണം കേന്ദ്രമാണ് നൽകേണ്ടതെന്ന് സംസ്ഥാനം ഭരിക്കുമ്പോൾ ഭക്ഷ്യധാന്യ വിതരണം ചെയ്തതിന്റെ കണക്ക് നൽകാത്തത് പണം അനുവദിക്കുന്നതിന് തടസ്സമാണെന്നാണ് കേന്ദ്രം പറയുന്നത്. എന്തൊരു ഗതികേടാണ്, എന്തൊരു മോശമാണ്. നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ സിസ്റ്റം ഫെയിലൂർ ആണെങ്കിൽ രാജിവെച്ച് പോകണം. മിസ്റ്റർ പ്രസാദ് മന്ത്രി എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, എനിക്ക് അറിയാമെന്നുള്ള ആളാണ്. പക്ഷെ താങ്കൾ ഈ പണിക്ക് പറ്റിയ ആളല്ല. താങ്കൾ നല്ല പരിസ്ഥിതി പ്രവർത്തകനാണ്. താങ്കൾ പാർട്ടി പ്രവർത്തനാകും. താങ്കൾ എഴുത്തും വായനയൊക്കെ അറിയാവുന്ന ആളാണ്. പാർട്ടിക്ക് വേണ്ടി എഴുതൂ, പാർട്ടി പ്രവർത്തനാകും. താങ്കൾ ഈ മന്ത്രി പണിക്ക് പറ്റിയ ആളല്ല. നെൽകർഷകരുടെ ദുഃഖമുണ്ടെന്നേ എത്ര തവണ നമ്മൾ തന്നെ ഇത് പറഞ്ഞു, എത്ര പ്രാവശ്യം പറഞ്ഞു ഈ വിഷയം. ബാലഗോപാൽ, കെ എൻ ബാലഗോപാൽ, വല്ല കാര്യമുണ്ടോ ഇങ്ങനെ ഒരു ധനകാര്യമന്ത്രി? പാവപ്പെട്ട കർഷകന്, നെൽകർഷകന് കൊടുക്കേണ്ട പണം ആകെ സംഭരിച്ചത് 5.87 ലക്ഷം ടൺ. കർഷകരായിട്ട് 2,06,878. അതുപോയിട്ട് നെൽവില 1,645 കോടി. കൊടുത്തത് 1,308.15 കോടി. കഴിഞ്ഞ ദിവസം അനുവദിച്ചത് 100 കോടി. ബാക്കി 2,34,085 കോടി. ഇനിയും കോടിക്കണക്കിന് രൂപയാണ് ആളുകൾ കൊടുക്കാനുള്ളത്. നിങ്ങളിത് കേന്ദ്രത്തിന് കണക്ക് കൊടുത്ത് പൈസ മേടിക്കുന്നേ. കണക്ക് തരാത്തോണ്ടാണ് പൈസ തരാത്തെന്നല്ലേ കേന്ദ്രം പറയുന്നത്. അതല്ലേ, അത് കണക്ക് കൊടുക്കാൻ എന്താ ബുദ്ധിമുട്ട് നിങ്ങൾക്ക്? നിങ്ങൾ സപ്ലൈകോലൊക്കെ ഓഡിറ്റൊക്കെ ആളുകളെയൊക്കെ വെച്ച് എന്താ ചെയ്യുന്ന? അനിൽകുമാർ അല്ല, GR അനിൽ, 3 പേരുണ്ട് കാര്യക്കട്ടോ. GR അനിലും ഉണ്ട് ഇതിനകത്ത് പ്രതിയായിട്ട്. GR അനിൽ കഴിഞ്ഞ ദിവസം കേരളാവധി പത്രത്തിൽ ലേഖനം എഴുതിയല്ലോ, എല്ലാവരുടെയും ഓണമാണിതെന്ന്. നെൽകർഷകർക്ക് ഓണം എവിടെയെന്നേ? അവരുടെ നെല്ല് ഉൽപ്പാദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പ് ഉത്തരം പറയണം. അവരുടെ നെല്ല് സംഭരിക്കുന്നതും തിരിച്ചു കൊടുക്കുന്നതും അതിന് വില കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് GR അനിൽ ഉത്തരം പറയണം. അതുപോലെ ബാലഗോപാൽ ഉത്തരം പറയണം. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് 3,34,085 കോടി കുടിശ്ശികയായിരിക്കെ സംസ്ഥാനം കഴിഞ്ഞ ദിവസം അനുവദിച്ച 100 കോടിയും കർഷകർക്ക് ഓണത്തിന് മുമ്പ് ലഭിക്കില്ല. സപ്ലൈകോ, പാഡി ഓഫീസുകളും ബാങ്കുകളും ഓണം അവധിയായതിനാൽ ഓണം കഴിഞ്ഞാലേ പണം അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ് തമാശ. 2,34,085 കോടി രൂപയ്ക്കുള്ള കാത്തിരിപ്പും നീളും. എന്തൊരു നാടാണിത്, എന്ത് വികസന മാതൃകയാണ്. പിണറായി വിജയന് മുഖ്യമന്ത്രിയൊക്കെ വിളിച്ച് തള്ളുന്നതിന് ഒരു കുറവുമില്ല. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് ഈ പണി മതിയാക്കണം. എന്തിനാണ് നെൽകർഷകർ എന്ന് പറയുന്നത്? അന്നമൂട്ടുന്നവരല്ലേ, അവർക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കണ്ടേ? ബോണസ്, മോണ അലവൻസ് ഉൾപ്പെടെ സർക്കാർ കോടിയുടെ ബാധ്യതയായ കേന്ദ്രത്തിന് പണം ലഭിച്ചാലേ ശേഷിക്കുന്ന തുക വിതരണം ചെയ്യാനാവൂ എന്നാണ് അവരുടെ അവകാശം. നെല്ല് സംഭരിച്ചാൽ 48 മണിക്കൂറിന് കർഷകന്റെ അക്കൗണ്ടിൽ പണം നൽകുമെന്നുള്ളതാണ് സപ്ലൈകോയുടെ സംഭരണ നയം. വളരെ മനോഹരമായി എഴുതി വെച്ചിട്ടുണ്ട് സപ്ലൈകോ. നെല്ല് സംഭരിച്ചാൽ 48 മണിക്കൂറിനകത്ത് പൈസ കൊടുക്കുന്നു. ഇത് 48 വർഷം കഴിഞ്ഞാലും പൈസ കൊടുക്കാത്ത ഗതികെട്ട ഒരു ഭരണമായി ഇത് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ സംഭരിച്ച നെല്ലിന്റെ വിലയാണ് 5 മാസം കഴിഞ്ഞിട്ടും നൽകാത്തത്. കഴിഞ്ഞ പുഞ്ചകൃഷിയുടെ പണം കുടിശ്ശികയായതോടെ കടം വാങ്ങിയാണ് പലരും രണ്ടാം കൃഷി ഇറക്കിയത്. കർഷകന്റെ നെഞ്ചിലേക്കാണ് നിങ്ങൾ തലവച്ചിരിക്കുന്നത്. നേരത്തെ എത്തിയ കാലവർഷം കാരണം ഇത്തവണ ജൂണിലായിരുന്നു കുട്ടനാടിലെ വിത. രണ്ടാം വളത്തിനും കീടനാശിനി പ്രയോഗത്തിനും മാർഗമില്ലാതെ കർഷകർ അന്തം വിട്ടിരിക്കുമ്പോഴാണ് അവർക്ക് കൊടുക്കേണ്ട പണം കൊടുക്കില്ല. അനുവദിച്ചതും അവധിയുടെ പേരിൽ കിട്ടുന്നില്ല. എന്തൊരു ഭരണമാണിത്, എന്തൊരു സിസ്റ്റമാണിത്? ആരോടാ ഒന്ന് പറയുക? കരയാൻ പോലും കഴിയാത്തൊരു സമൂഹമായി മലയാളി മാറിയില്ലേ? ഇത്രയും കർഷകർ, ലക്ഷക്കണക്കിന് വരുന്ന കർഷകർ, അവർക്ക് വരുന്ന നെൽകർഷകരുടെ കൂടെയാണ് ഞങ്ങൾ. നിങ്ങൾ ആരുടെ കൂടെയാണ് മിസ്റ്റർ ഗവൺമെന്റ്, മിസ്റ്റർ മുഖ്യമന്ത്രി, ധനമന്ത്രി, ഭക്ഷ്യമന്ത്രി?
കൃഷിമന്ത്രി, നിങ്ങൾക്ക് പറ്റിയ പണിയല്ല ഇത്.